വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കുറച്ചുകൂടി നേരത്തെ ഇടണമെന്ന് കരുതിയതാണ്, ബട്ട് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ 11,000 കിലോമീറ്റർ ഓണർഷിപ്പ് റിവ്യൂ. സോ എനിവേ, ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്. സോ നിങ്ങളൊരു കാഷ്വൽ വിയർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 1.5x-ലോ 2x-ലോട്ട് ഈ വീഡിയോ കാണാം. ബട്ട് സ്കോഡ സ്ലാവിയ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്കോഡ സ്ലാവിയ ഓൾറെഡി ഓൺ ചെയ്യുന്ന ഏതെങ്കിലും ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബിക്കോസ് ഐ എം കവറിങ് എവറിത്തിങ് റിഗാർഡിംഗ് ദ കാർ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ബ്രോ, കാർ എങ്ങനെയുണ്ട്? കാർ അടിപൊളിയാണ്. ആസ് എ ഓണർ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദ പർച്ചേസ്. എൻ്റെ മോഡൽ സ്ലാവിയ അംബീഷൻ പ്ലസ് എന്ന വേരിയൻ്റ് ആണ്. ഇത് 2023 ഫെസ്റ്റീവ് എഡിഷനായിട്ട് ഇറക്കിയതാണ്. നോർമൽ അംബീഷൻ വേരിയൻറ്റ്, അതായത് ഇപ്പോഴത്തെ സിഗ്നേച്ചർ വേരിയൻറ്റ്. ഇതിൽ കുറച്ചും കൂടെ ആഡ് ഓൺ അക്സസറീസ് ലൈക്ക് ഒരു ബ്ലോ പങ്കിൻ്റെ ഡാഷ് ക്യാം, കുറച്ച് ക്രോം ഗാർണിഷ് ഇൻ ദ ഫ്രണ്ട് ഗ്രിൽ ആൻഡ് ഓൾസോ സൈഡ് ഡോറിൽ, അതുപോലെ ട്രങ്കിൽ അവിടെയെല്ലാം കുറച്ച് ക്രോം ആയിട്ടുള്ള എലമെൻറ്റ്സ്. ഇങ്ങനെയുള്ള കുറച്ച് എക്സ്റ്റീരിയർ ചേഞ്ചസ് അല്ലാതെ വേറെ ഒരു ചേഞ്ചസ് ഈ കാറിനില്ല. കാർ എനിക്ക് 15 lakh rupees-ആയി ഓൺ റോഡ്. എക്സാക്ട്ലി 15 lakh എനിക്കായത്. 14,99,000 സംതിങ് എനിക്കായി. സോ നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ടൈം ഫ്രെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കാറിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാം. കാർ ഏത് ആംഗിളിൽ നോക്കിയാലും ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഫ്രണ്ട് കോട്ടോ വ്യൂ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആൻഡ് അത് ഒരു രക്ഷയില്ല. ഐ പേഴ്സണലി ലൈക്ക് ദിസ് മോർ ദാൻ വേർട്ടേഴ്സ്. ബട്ട് ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ആ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി ഒന്നും പറയാനില്ല. ബിക്കോസ് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് നൈറ്റിൽ സ്പീഡിൽ വന്ന് ഗട്ടറൊന്നും കാണാണ്ട് ഹമ്പിച്ചാടിയ സിറ്റുവേഷൻസ്. കാറിൻ്റെ അടിവശം തട്ടാനുള്ള ചാൻസ് തീരെയില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് SUV കാറ്റഗറി. 179 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു കമ്പാരിസൺ വേണ്ടി പറയുവാണെങ്കിൽ ക്രെറ്റയ്ക്ക് 190 mm ആണ്. സോ ഫങ്ഷണാലിറ്റി വൈസ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. അതുപോലെ ഇൻറ്റീരിയേഴ്സിനെ പറ്റി പറയുമ്പോൾ നത്തിങ് ഫാൻസി, ജസ്റ്റ് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും റിയലി നീറ്റായിട്ടും മിനിമലായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി സ്പേഷ്യസ് കാർ. അത് ഫ്രണ്ട് റോ സീറ്റ്സ് ആണെങ്കിലും ബാക്ക് റോ ആണെങ്കിലും ഒരു കംപ്ലയിൻസും ഇല്ല. ഇറ്റ്സ് വെരി ഫങ്ഷണൽ ആൻഡ് വെരി സ്പേഷ്യസ്. സ്കോഡയുടെ തന്നെ കുറേ സിംപ്ലി ക്ലെവർ എന്ന് പറയുന്ന പോലെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. എനിവേ, ടോപ്പ് വേരിയൻ്റ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലെതർ സീറ്റ്സ് എല്ലാം കിട്ടും. ഞാൻ അംബീഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഫാബ്രിക് സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കാറിൻ്റെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്രിപ്പാണെങ്കിലും നമ്മുടെ ഓവറോൾ കംഫോർട്ട് ആണെങ്കിലും അത് അമേസിംഗ് ആണ്. നിങ്ങൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കാർ എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാറിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റി നോക്കാം. കാറ് 2 വേരിയൻ്റിലാണ് ഉള്ളത്. 1.5 ലിറ്ററും 1 ലിറ്ററും. എൻ്റെത് 1 ലിറ്റർ മാനുവലാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം, ഒരു സാധാരണ 1000cc ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു 1.5 മുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. 1000cc ടർബോ പെട്രോൾ ആണ് വിത്ത് 114 bhp പവർ. ഒരു 2000 RPM കഴിഞ്ഞാൽ കാറിൻ്റെ ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ 1000cc പറ്റി ഞാൻ ആർക്കും ആക്ച്വലി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ദെയർ മോസ്റ്റ് റിലയബിൾ ആൻഡ് സൂപ്പർ കേപ്പബിൾ എൻജിൻസ്. I have done 3 long trips so far, covering മൂന്നാർ, ഇടുക്കി ആൻഡ് തൃശ്ശൂർ. കാർ ഒരു ടൈം പോലും സ്ട്രെസ്ഡ് ആയിട്ടില്ല. നോൺ സ്റ്റോപ്പ് ആയിട്ട് 300 km+ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ആൻഡ് ദ ഡ്രൈവ് വാസ് ലൈക്ക് സൂപ്പർ ബ്രീസ്. പവർ ഡെലിവറി ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇറ്റ്സ് ഓൾവേസ് ദെയർ വെനെവർ യു നീഡ് ഇറ്റ്. അണ്ടർ 2000 RPM കാർ നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. ബട്ട് 2000 RPM കഴിയുമ്പോൾ കാറിൻ്റെ ക്യാരക്ടർ എൻറ്റയർലി മാറും. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മൈലേജ്. ഞാൻ കിടന്ന് ഉരുളാതെ കാറിൻ്റെ എക്സാക്റ്റ് വാല്യൂസ് ഞാൻ തരാം. എനിക്ക് മാക്സിമം എനിക്ക് കിട്ടിയിട്ടുള്ളത് 21 km/L ആണ്. എനിക്ക് ഏറ്റവും വേഴ്സ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് 9 km/L ആണ്. ഒരു ആവറേജ് ആയിട്ടൊരു ഡെയിലി ബേസിസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 14, 15, 16 ഇത് എല്ലാം കാറിൽ AC ഓൺ ആയിരുന്നു. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഓഫായിട്ടുള്ള കേസസിലാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എഫക്റ്റീവ് മൈലേജ് ടിപ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ഡൗൺ ബിലോ. അടുത്തതായിട്ട് കാറിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് സർവീസ് കോസ്റ്റ്. കാറിൻ്റെ സർവീസ് എയ്തർ ഇൻ 1 year അല്ലെങ്കിൽ 15,000 km ആണ്. സോ എൻ്റെ ഫസ്റ്റ് സർവീസ് പോലും ആയിട്ടില്ല ഇതുവരെ. അതും ഒരു നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നു. ബിക്കോസ് മിക്ക മാനുഫാക്ചേഴ്സും ഫസ്റ്റ് സർവീസ് വളരെ നേരത്തെയാണ് ചെയ്യാറ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കാർ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 15,000 km അല്ലെങ്കിൽ 1 year ആകുമ്പോൾ സർവീസിന് കൊണ്ടുപോയാൽ മതി. സ്കോഡ ഈ ഇടയ്ക്ക് ഒരു ഫ്രീ മൺസൂൺ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 40 point ചെക്കപ്പാണത്. ഞാനത് ചെയ്തു. ആകെ വൈപ്പർ ബ്ലേഡ് മാത്രമാണ് മാറേണ്ടി വന്നത്. അതിൻ്റെ കോസ്റ്റ് 1380 രൂപയായിരുന്നു.
സ്കോഡ കാർസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഫോർ ദാറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് കാറിൻ്റെ ഇഷ്യൂസും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് നോക്കാം. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇഷ്യൂസാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യമായിട്ട് ബ്രേക്ക് നോയ്സ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് സ്ക്യൂക്കി സൗണ്ട് കേൾക്കും. മേ ബി നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കുന്നുണ്ടായിരിക്കും. അത് ആക്ച്വലി ഞാൻ ബ്രേക്ക് പെഡൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ അലുമിനിയം ആക്കിയിട്ടുണ്ട്. സോ ഞാൻ റബ്ബർ ഷൂസോ അല്ലെങ്കിൽ ക്രോക്സ് ഒക്കെ ഇടുന്ന സമയത്ത് അത് രണ്ടും ചേർന്നുണ്ടാക്കുന്ന സൗണ്ടാണ് ആ ഒരു സ്ക്യൂക്കി സൗണ്ട്. അല്ലാതെ ഒരു സൗണ്ട് അതിൻ്റെ അകത്ത് കേൾക്കാറില്ല. ബ്രേക്കിൻ്റെ സാധാരണ വരുന്നത് ഓപ്പറേഷണൽ സൗണ്ടാണ്. അതല്ലാതെ അൺവാണ്ടഡ് ആയിട്ടൊരു സൗണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് സർവീസ് സെൻ്ററിനെ കാണിക്കുക. രണ്ടാമത്തെ ഇഷ്യൂ എപ്പോഴും എല്ലാവരും പറയുന്നത് റാറ്റ്ലിംഗ് നോയ്സ് ആണ്. ഒരു 8000 കിലോമീറ്റർ വരെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഗ്ലൗ ബോക്സിൻ്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് വന്ന് തുടങ്ങി. അത് ആക്ച്വലി നല്ല അനോയിങ് ആയിരുന്നു. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. അപ്പം ഗ്ലൗ ബോക്സിൻ്റെ അവിടെ 2 സ്ക്രൂ ഉണ്ട്. അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ആ സൗണ്ടും പോയിട്ടുണ്ട്. മൂന്നാമതായിട്ട് കാറിൻ്റെ AC കൂളിംഗ് വളരെ മോശമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി സ്കോഡ ഇനിഷ്യൽ കുഷാക്ക് വേരിയൻസിലാണ് ഈ ഇഷ്യൂ വന്നിട്ടുള്ളത്. അതവർ നെക്സ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നു. അതോടെ ആ ഇഷ്യൂസ് എല്ലാ കാറിലും മാറിയതാണ്. സോ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു കാറിലും ഈ ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് കാറ് പെട്ടെന്ന് തണുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് AC സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. സോ കറക്റ്റ് AC സെറ്റിംഗ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഞാൻ ഡെഫിനറ്റായിട്ട് ആ വീഡിയോ ചെയ്യുന്നതാണ്. ആൻഡ് ഇതല്ലാതെ വേറൊരു ഇഷ്യൂ, ഇത് അധികം ഞാൻ കേട്ടിട്ടില്ല, ബട്ട് ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് യൂഷ്വലി നൈറ്റ് ടൈമിൽ കാറിൻ്റെ സെൻട്രൽ ലോക്കിംഗ് ഇറ്റ് വിൽ ജസ്റ്റ് ഗോസ് ഓഫ്. അത് നൈറ്റ് കിടന്ന് ഇങ്ങനെ അടിക്കും. അതൊരു ബിഗ് ട്രബിൾ ആണ്. ബിക്കോസ് നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. ഈ സൗണ്ട് വരെയിട്ട് നമ്മൾ പേടിച്ചു നിന്നിട്ട് നോക്കുന്നത്. ഇത് വേറെ പട്ടിയോ പൂച്ചയോ അങ്ങനെ ഒന്നും വന്ന് തട്ടിയിട്ടല്ല. ഇത് ആക്ച്വലി വെറുതെ ഇരുന്നെങ്കിൽ സെൻട്രൽ ഓഫ് ജസ്റ്റ് ഗോസ് ഓഫ്. അങ്ങനത്തെ ഞാൻ ഷോറൂമിൽ കാണിച്ചു. ആകെ 2 തവണ വന്നിട്ടുള്ളത്. ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തൊരു അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ ഇഷ്യൂ മാറിയിട്ടുണ്ട്. സോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അടുത്തായിട്ട് കണക്ടിവിറ്റി സെക്ഷൻ. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആകെ ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേയിൽ സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഒറ്റ ഇഷ്യൂ ഞാനിതിൽ പറയുന്നത്, ഇത് സ്റ്റിൽ വയേർഡ് ആണ്. ഇത് വയർലെസ് ആക്കിയിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എനിവേ ഇതിവിടെ ഉണ്ട് ആൻഡ് ഇറ്റ് വർക്ക്സ് വെൽ. അടുത്തതായിട്ട് കാറിൽ ഒരുപാട് ന്യൂ ആക്സസറീസ് വന്നിട്ടുണ്ട്. സ്കോഡ ഒരുപാട് ന്യൂ ആക്സസറീസ് ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട്, ബോത്ത് എസ്തെറ്റിക് ആൻഡ് ഓൾസോ ഫങ്ഷണൽ. സോ സർവീസ് സെൻറ്റർ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളത് ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ കുറച്ച് പുതിയ അഡിഷൻസ് ആണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വിച്ച് കോസ്റ്റ് ലൈക്ക് 9000 rupees. ഇൻസ്റ്റലേഷൻ എല്ലാം കൂടെ 12,000 rupees ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 360-degree ക്യാമറ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്തോ 48,000 എന്തോ ആയിരുന്നു. സോ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് പറയേണ്ട ഒരു മെയിൻ കാര്യമാണ് ഈ കാറിൻ്റെ ബൂട്ട് സ്പേസ്. 521 ലിറ്ററാണ് കപ്പാസിറ്റി. ഇത് നമ്മളെല്ലാവരും ഓരോ വീഡിയോസിൽ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഞാനും വീഡിയോസെല്ലാം കണ്ടപ്പോൾ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇൻ റിയൽ ലൈഫ് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ഇറ്റ്സ് എ വെരി യൂസബിൾ ബൂട്ട് സ്പേസ്. നമ്മൾ ട്രിപ്പൊക്കെ പോകാനായിട്ട് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചാൽ പോലും വി സ്റ്റിൽ ഹാവ് എക്സ്ട്രാ സ്പേസ്. ഒരു 2-3 പേർക്കെല്ലാം കയറി കിടക്കാൻ പറ്റുന്ന അത്രയ്ക്കും സ്പേസ് അതിൻ്റെ അകത്തുണ്ട്. അടുത്തൊരു കോമൺ ഡൗട്ടാണ് കറക്റ്റ് ടയർ പ്രഷർ എത്രയാണ്, അതുപോലെ തന്നെ എയർ ആണോ നല്ലത് നൈട്രജൻ ആണോ നല്ലത് എന്നുള്ള ക്വസ്റ്റ്യൻസ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് നൈട്രജനാണ്. എനിക്കിതുവരെ നൈട്രജനും എയറും തമ്മിൽ യാതൊരു ഡിഫറൻസും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ നൈട്രജൻ ആണോ എയർ ആണോ ചൂസ് ചെയ്യുക. നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി കുറച്ച് കൊറോഷൻസ് എല്ലാം കുറവായിരിക്കും വീലിൽ. ആൻഡ് അതുപോലെ തന്നെ ടയർ പ്രഷറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ടയർ പ്രഷർ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത് 34 PSI ആണ്. ബിക്കോസ് എൻ്റെ കാറിൽ എപ്പോഴും ഞാനും വൈഫും ആയിരിക്കും കൂടുതൽ എപ്പോഴും യാത്ര ചെയ്യുന്നത്. സോ 2 പേരെ അതിനകത്ത് മെജോറിറ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ തന്നെ നിങ്ങൾ എപ്പോഴും ടയർ പ്രഷർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈവർ സൈഡ് ഡോർ നോക്കുക. അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും 2 പേരിടിക്കുമ്പോൾ എത്രയാണ്, 5 പേരിടിക്കുമ്പോൾ എത്രയാണെന്നുള്ള ടയർ പ്രഷർ. അത് നോക്കി നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യുക. എൻ്റെ ഒപ്പീനിയനിൽ ഒരു 34 PSI ഈസ് ലൈക്ക് മോർ ദാൻ ഇനഫ്. അതാണ് ആക്ച്വലി ഒരു സ്വീറ്റ് സ്പോട്ട്. ഒരു 2-3 പേരൊക്കെ ആണെങ്കിൽ 34 PSIയുടെ ആവശ്യം വേണ്ടത്തുള്ളൂ. അടുത്തത് നമ്മുടെ വാറണ്ടി ആൻഡ് ഓൾസോ കാറിൻ്റെ റിലയബിലിറ്റി. 4 year ആണ് ഡിഫോൾട്ട് വാറണ്ടി വരുന്നത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 6 year എടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ റിലയബിലിറ്റിയെ പറ്റി പറയാനായിട്ട് എനിക്ക് ഇതുവരെ ടൈം ആയിട്ടില്ല. ബിക്കോസ് സ്റ്റിൽ ഇതുവരെ കാറിന് ഒരു ഇഷ്യൂസും കാണിച്ചിട്ടില്ല. കറക്റ്റ് 5,000 നമ്മൾ വീലിൻ്റെ അലൈൻമെൻറ്റ് ചെയ്ത് 2 ടയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മൾ കറക്റ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കാറിൻ്റെ ടയേഴ്സിന് ഒരു 40,000 കിലോമീറ്റർ ലൈഫ് കിട്ടും എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവസാനമായിട്ട് എപ്പോഴും കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ, ബ്രോ എന്തിനാ സ്ലാവി എടുത്തത്, വെർട്ടസ് എടുത്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഹോണ്ട സിറ്റി എടുത്തുകൂടായിരുന്നോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ആൻസർ, എനിക്കൊരു ജർമ്മൻ കാർ വേണം എന്നായിരുന്നു ആഗ്രഹം.
സോ മൈ ഓൺലി ചോയ്സ് വാസ് സ്ലാവിയ ഓർ വേർട്ടസ് ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൻ്റെ അകത്ത്. സോ ഐ ലൈക്ക് ഹൗ വേർട്ടസ് ലുക്സ് ഫ്രം ദ ബാക്ക് സൈഡ്. ബട്ട് ഫ്രണ്ട് വ്യൂവിൽ എനിക്ക് എപ്പോഴും സ്ലാവിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ സ്ലാവിയയുടെ സ്റ്റിയറിംഗ് വീൽ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് സൂപ്പർ പ്രീമിയം ആൻഡ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് എ 2-spoke വീൽ. സോ അതുകൊണ്ട് എനിക്കത് ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നി എനിക്ക് വോക്സ് വാഗൻ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ഐ ഡിഡൻറ്റ് ലൈക്ക് ദ ആറ്റിറ്റ്യൂഡ് ഫ്രം വോക്സ് വാഗൻ സെയിൽസ് ടീം. ഞാൻ വോക്സ് വാഗൻ സെയിൽസ് ടീം ട്രിവാൻഡ്രത്ത് ഞാൻ ആക്ച്വലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട്ടുള്ള ഇൻട്രാക്ഷൻ ഐ ഡിഡൻറ്റ് ലൈക്ക് ഇറ്റ് മച്ച്. അപ്പോഴാണ് ഞാൻ സ്കോഡ ഷോറൂമിൽ പോയത്. അവിടെ വൺ മിസ്റ്റർ ശബരീഷിനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ എനിക്ക് അപ്പോൾ തന്നെ ടെസ്റ്റ് ഡ്രൈവ് തന്നു ആൻഡ് ഐ ബുക്ക്ഡ് ഇറ്റ് റൈറ്റ് അവേ. എല്ലാ പ്രോസസ്സും കൂടെ ഒരു 2 ദിവസത്തിനകത്ത് കാര്യം കഴിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് കസ്റ്റമർ സർവീസ്. ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. അന്ന് ഇയർ എൻഡ് കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇയർ എൻഡ് ഓഫേഴ്സും ഒക്കെ ചേർത്തിട്ടാണ് എനിക്ക് വണ്ടി തന്നത്. സോ ഇതാണ് എൻ്റെ സ്കോഡ സ്ലാവിയ ഓണർഷിപ്പ് റിവ്യൂ ആഫ്റ്റർ 11,000 കിലോമീറ്റർ. ഫസ്റ്റ് സർവീസ് 15,000 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് ഞാനൊരു ഫസ്റ്റ് സർവീസ് വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. ആൻഡ് താങ്ക് യു ഫോർ സ്റ്റിക്കിംഗ് ടു ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. So subscribe for more videos like this and I will see you guys in the next one. Thank you.